ഹലോ. ഇന്ന് നമുക്കേ ഒരു സ്ഥലത്ത് പോവാം. ഏതാണെന്നറിയോ? സൊഹാർ. ഒരു അവധി ദിവസം നമ്മൾ സൊഹാറിലോട്ട് പോയ ഒരു യാത്രയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇതാണ് ഹോട്ടൽ. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് ക്രൗൺ പ്ലാസ. നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും നമ്മളിങ്ങനെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുക. എന്നിട്ട് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഹോട്ടലിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. അതായത് ഒത്തിരി ഈന്തപ്പനയുണ്ട്, ബൊഗെയിൻ വില്ലയുണ്ട്. നല്ലൊരു അടിപൊളി ബൊഗെയിൻ വില്ല ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ദൂരെ കാണുന്നത് എയർപോർട്ടാണ്. പക്ഷേ ഇപ്പം അധികം സർവീസ് അവിടെ നിന്ന് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് മുറിയിലേക്ക് കയറാം. ഇതാണ് നമ്മളുടെ റൂം. നല്ല റൂമാട്ടോ. ഒരു ഡബിൾ ബെഡ്റൂം വിത്ത് ടി വി ആൻഡ് ആക്സസറീസ് എല്ലാം ഉണ്ട്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ബെഡ് ചോദിച്ചിരുന്നു. അതിന് ഒരു റിക്ലൈനർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി സ്പേസ്. ഇത് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. നല്ല വിശാലമായ റെസ്റ്റോറൻറ്റ്. ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ നമുക്ക് ലഭ്യമാണ്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു വ്യൂ കേട്ടോ. ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ സൊഹാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് പതിയെ നമ്മൾ വണ്ടി എടുത്തിട്ട് സൊഹാർ കാണാനായിട്ട് ഇറങ്ങും. ഈ ട്രിപ്പാണെങ്കിൽ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. നമുക്ക് 2-3 ദിവസം തുടർച്ചയായിട്ട് അവധി കിട്ടിയപ്പോൾ നമുക്ക് എവിടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് കാണേണ്ട സ്ഥലങ്ങളും അവിടെ എത്തിച്ചേരേണ്ട ടൈമിങ്ങും ഒന്നും നമ്മൾ സെർച്ച് ചെയ്തില്ല. ജസ്റ്റ് നമ്മൾ പാക്ക് ചെയ്തു, വണ്ടിയുമായിട്ട് നമ്മൾ ഇറങ്ങി. ഓക്കെ, ഇനി നമ്മൾ സൊഹാർ കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല റോഡ്സും ചുറ്റുപാടും നല്ല ഗ്രീനറി ഉണ്ട്. സൈഡിലൊക്കെ ഒത്തിരി ചെടികളും പൂക്കളും ഉണ്ട്. ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് എയിമൊന്നുമില്ല കേട്ടോ. നമ്മൾ അങ്ങ് ജസ്റ്റ് ബീച്ചിലോട്ട് പോവാം എന്നും പറഞ്ഞിട്ട് സൊഹാർ ബീച്ചിലോട്ട് അങ്ങ് പോവാം. പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ബീച്ചും റൈറ്റ് സൈഡിൽ ഒരു നല്ല ഗാർഡനും ഉണ്ട്. പിന്നെയും നമ്മൾ മുന്നോട്ട് പോവാം കേട്ടോ. പോകുന്ന വഴിക്ക് ഗവൺമെൻറ് ബിൽഡിങ്സ് ഒക്കെ കാണാം. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നമ്മൾ ബീച്ചിൽ എങ്ങനെ എത്തും എന്നും പറഞ്ഞിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി സൊഹാർ എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. ബീച്ചിലോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഈ വഴി പോയാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞിങ്ങനെ പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ബീച്ച് നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒമാനിലെ ബീച്ച് അത്ര അപകടകാരികളല്ല കേട്ടോ. വളരെ ഫ്ലാറ്റായിട്ടുള്ള ബീച്ചുകളാണ്, വളരെ ക്ലീനാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അന്ന് ഞങ്ങൾക്ക് ആർക്കും വെള്ളത്തിലിറങ്ങാനൊരു മൂഡില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അടുത്ത് എവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ഫോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സൊഹാർ ഫോർട്ടിലെത്തി. ഇതാണ് സൊഹാർ ഫോർട്ട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഫോർട്ട് വിസിറ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് 6 മണിയായി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫോർട്ടിൻ്റെ ചുറ്റുപാടുമൊക്കെ നടന്ന് ഫോർട്ടിനെ കാണാനേ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. പിന്നെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നടന്ന് അതിൻ്റെ ബാക്ക് ഏരിയയിലെത്തി, ബാക്ക് സ്പേസിലെത്തി. ഓക്കെ, ഇതാണ് ഫോർട്ടിൻ്റെ ബാക്ക് സൈഡ്. അവിടെയും വിശാലമായിട്ട് ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. മീൻ പതിയെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. 2 പീരങ്കികളും ഒരു വൻ ഗേറ്റും. ഇത് നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. ധാരാളം തെങ്ങുകളും ഉണ്ട്. ഈന്തപ്പന മാത്രമല്ല, തെങ്ങ് നട്ടിട്ടുണ്ട്. ഒത്തിരി ഗസ്റ്റുള്ള സമയമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആൾക്കാരില്ലാതൊരു വീഡിയോ എടുക്കാനായിട്ട്. ഈ ഫോർട്ടൊക്കെ ഒമാൻ്റെ ചരിത്രത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഏടുകളാണ്.
പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് ഫോർട്ടിൻ്റെ എതിർവശത്തെത്തി കേട്ടോ. ഇതാണ് ഫോർട്ടിൻ്റെ എതിർവശം. അവിടെ ഒരു ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാർക്ക് പോലെയൊക്കെയാണ്. ഒത്തിരി ആൾക്കാർ അവിടെ വിശ്രമിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒമാൻ്റെ ദേശീയ പതാക. ഇതിനോടടുത്ത് തന്നെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ചെറിയ പള്ളി പോലെ ഉണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായിട്ടോ. ദേ അത് കാരണം നല്ല ഭംഗിയായിരുന്നു. ഒരു സൈഡിൽ പച്ചപ്പും ഒരു സൈഡിൽ സൂര്യാസ്തമനത്തിൻ്റെ ആ കളേഴ്സും എല്ലാം കൂടെ ആയിട്ട് ഒരു നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ദേ നോക്കിക്കേ, ഒരു സൈഡിൽ ഫോർട്ട്, ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ റോഡ്, ഒരു സൈഡിൽ പള്ളി. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ തിരിച്ച് ഫോർട്ടിൻ്റെ എൻട്രൻസിലെത്തി. അതിനടുത്തായിരുന്നു വണ്ടി പാർക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എനിക്ക് പോർട്ടിലോട്ട് പോകണമെന്ന് വിചാരിച്ചത്. പോർട്ടിൻ്റെ വഴി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ പെർമിഷനൊക്കെ ഇല്ലാതെ നമുക്ക് എൻട്രൻസ് ഒന്നും പറ്റത്തില്ല. അവിടെ പോലീസിൻ്റെ സ്ട്രിക്റ്റ് കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ് പോർട്ട്. അത് കാരണം ഞങ്ങൾ ദൂരത്ത് നിന്ന് ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുണ്ട് എൻ്റെ കൊച്ചു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. താങ്ക്